ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നിവിടെ നോക്കുന്നത്. PM കിസാൻ രജിസ്ട്രേഷൻ പുതുക്കൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. PM കിസാൻ പോലെ തന്നെ കേന്ദ്രാവിഷ്കൃതമായ കാർഷിക പദ്ധതികളുടെ ഗുണഭോക്താക്കളെല്ലാം അഗ്രി സ്റ്റാക്ക് രജിസ്ട്രിയിൽ ഇതുപോലെ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതാണ്. സൈൻ ഉൾപ്പെടെ കംപ്ലീറ്റ് പ്രോസസ്സും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കണ്ടതിന് ശേഷം ചെയ്യുവാൻ ശ്രമിക്കുക. ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലും രജിസ്ട്രേഷൻ സമയത്ത് OTP ആവശ്യത്തിനായി കൈവശം കരുതേണ്ടുന്നതാണ്. ഇത്തരത്തിൽ PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ അപ്ഡേഷൻസും കൂടി ഉൾപ്പെടുത്തിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന മോറിൽ പ്രസ് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും ചെയ്തു നോക്കാവുന്നതാണ്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നമുക്ക് ഒഫീഷ്യൽ എന്നും ഫാർമർ എന്നും രണ്ട് ലിങ്കുകൾ മുകളിൽ കാണാം. അതിൽ പബ്ലിക്കിന് ചെയ്യുവാനായിട്ട് ഫാർമർ എന്നുള്ള ലിങ്ക് എനേബിൾ ചെയ്യണം. അതിനുശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് OTP ഉപയോഗിച്ചും പാസ്വേഡ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുത്ത്. അതൊന്നുമില്ലാത്തവർ ഏറ്റവും താഴെ കാണുന്ന ക്രിയേറ്റ് ന്യൂ യൂസർ അക്കൗണ്ട് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആധാർ KYC ആണ് ചെയ്യേണ്ടുന്നത്. PM കിസാൻ്റെ ഗുണഭോക്തൃ വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആധാറാണ് ഇവിടെ ലിങ്ക് KYC ചെയ്യേണ്ടുന്നത്. PM കിസാൻ പോലെ തന്നെ ഫസൽ ബീമ യോജന പോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരും അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടുതൽ പേരും PM കിസാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി തന്നെ പറഞ്ഞു പോകാം. ഇനി നമ്മൾ ഗുണഭോക്താവിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ നമ്പർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 12 ഡിജിറ്റുള്ള ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നോട്ട് വെരിഫൈഡ് എന്നൊക്കെ കാണിക്കും. അത് നിങ്ങൾ നോക്കേണ്ട. താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 സെക്കൻഡാണ് നമുക്ക് ഉള്ളത്. അതിനകം ഈ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ റീസെൻ്റ് ഓപ്ഷനുണ്ട്. എപ്പോഴും കറക്റ്റായിട്ട് OTP വരണമെന്നില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ ചെയ്യുവാൻ നോക്കുക. അങ്ങനെ ഗുണഭോക്താവിൻ്റെ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വന്ന 6 അക്ക OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് വെരിഫൈ എന്നുള്ള ലിങ്ക് കാണാം. ആ വെരിഫൈയിൽ പ്രസ് ചെയ്താൽ നമ്മൾ അഗ്രി സ്റ്റാക്കിൻ്റെ പുതിയൊരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആധാർ നമ്പറിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നതും വെരിഫൈഡ് OK എന്ന് കാണിക്കുന്നതുമാണ്. തുടർന്ന് ആധാർ KYC ഡീറ്റെയിൽസ് ആണ് താഴെ കാണിക്കുന്നത്. ഗുണഭോക്താവിൻ്റെ പേരും ഫാദറിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വില്ലേജും പിൻകോഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആധാറിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തുടർന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡ് മൊബൈൽ നമ്പർ ടു ലിങ്ക് വിത്ത് അഗ്രി സ്റ്റാക്ക് പ്ലാറ്റ്ഫോം എന്ന് കാണാം. ഈ അഗ്രി സ്റ്റാക്കിൽ നമുക്ക് ലിങ്ക് ചെയ്യേണ്ടുന്ന മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ മുഴുവൻ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് പുറത്തോട്ട് മാറ്റിയ കഴ്സർ എന്ന് വെച്ചാൽ തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ അവിടെ വരുന്നതാണ്. ഇതിനും 30 സെക്കൻഡ്സ് മാത്രമേ സമയ ദൈർഘ്യമുള്ളൂ. നമ്മൾ ആ മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അവിടെയും റീസെൻ്റ് ഓപ്ഷനുണ്ട്. റീസെൻറ്റിലേക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മൾ നേരത്തെ മൊബൈൽ നമ്പർ കൊടുത്തതിന് താഴെയായി വെരിഫൈഡ് എന്ന് ടിക്ക് മാർക്കോട് കൂടി ഒരു സിമ്പൽ വരുന്നതുമാണ്. ഇതും വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഘട്ടം കൂടി നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ. തുടർന്ന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണത്തിന് ABCD@123 അതിൽ A എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ കൊടുക്കണം. അതുപോലുള്ള പേരോ മറ്റോ കൊടുത്തിട്ട് @2025 അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു പാസ്വേഡ് കൊടുത്ത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നമ്മൾ അക്കൗണ്ട് വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് OK കൊടുത്ത് ലോഗിൻ പേജിലേക്ക്
പോകാവുന്നതാണ്. അങ്ങനെ ലോഗിൻ പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് മുകളിൽ കാണുന്ന ഫാർമർ എന്നുള്ളത് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം യൂസർ ഐ ഡി ആയിട്ട് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് എന്നും OTP എന്നും 2 ലിങ്കുകളുണ്ട്. രണ്ടും വർക്കാവുന്നുണ്ട്. ഇപ്പോൾ OTPയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക്, നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അത് താഴെ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ല പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവയെല്ലാം രണ്ടും കൊടുത്തതിന് ശേഷം താഴെ കിടന്ന ക്യാപ്ച കോഡുകൾ എന്ന് പറഞ്ഞാൽ ക്യാപ്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ആ താഴെ കാണുന്ന കുറേ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. അതെന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറി വരികയും ചെയ്യും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അഗ്രിസ്റ്റാക്കിൽ ലോഗിൻ ആകുന്നതാണ്. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ KYC ഡീറ്റെയിൽസ് ആണ് ആദ്യം കാണിക്കുന്നത്. അവിടെയെങ്കിലും ഒന്നും ചെയ്യാനില്ല, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് മൊബൈൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉണ്ട്. ഈ മൊബൈൽ നമ്പർ മാറ്റണമെങ്കിൽ വലത് സൈഡിൽ മുകളിലായിട്ട് ഗുണഭോക്താവിൻ്റെ പേര് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുവാനും അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. ലോഗൗട്ടിൻ്റെ സിമ്പലും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് താഴെ വന്ന് രജിസ്റ്റർ ആസ് എ ഫാർമർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നാണ്. നമ്മളിപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തതേ ഉള്ളത്, ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നോ തന്നെ കൊടുക്കുക. യെസ് കൊടുത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഫാർമർ നെയിം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിന് അടുത്ത് തന്നെ ആ ഫാർമർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു നെയിം മാച്ച് സ്കോറും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് മുകളിലായിട്ട് ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ IDയിലേക്ക് നമ്മൾ മൊബൈൽ കൊടുത്തപ്പോൾ OTP വന്നതുപോലെ ആ OTP അവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടുന്നത്. പക്ഷേ അത് വർക്കാകുന്നില്ല. ഇമെയിൽ ID കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കൊടുക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഫാർമർ നെയിമും ലോക്കൽ ലാംഗ്വേജും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ഗൂഗിൾ എടുത്തതിന് ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് നമുക്ക് ലഭിക്കും. അവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മലയാളത്തിലേക്ക് കൺവേർട്ട് ആയി വരും. അവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഈ പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉദാഹരണത്തിന് പേര് എന്ന് ടൈപ്പ് ചെയ്ത് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ കഴ്സർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അലൗഡ് ഫോർമാറ്റ് ലോക്കൽ ലാംഗ്വേജ് എന്ന് റെഡിഷായിട്ട് എഴുതി കാണിക്കുന്നതും നെയിം മിസ്മാച്ച് സ്കോർ 0 എന്ന് കാണിക്കുന്നതും കാണാം. ഇത് ഞാനിപ്പം പേര് എന്ന് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ശരിയായിട്ടുള്ളത് കൊടുത്താലും ഇങ്ങനെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകത്തില്ല. ഇനി നിങ്ങളുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ISM ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഗ്രീനിഷായിട്ട് മാച്ച് സ്കോറൊക്കെ ഒരു 90, 98 ഒക്കെ കാണിക്കുകയാണ്, 90 എബോവ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എനിക്കിവിടെ ശരിയായിട്ടുള്ള പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് മിസ്മാച്ച് കാണിക്കുകയാണ് ഉണ്ടായത്, റെഡിഷായിട്ട് കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ആ മലയാളത്തിലുള്ള പേര് ലോക്കൽ ലാംഗ്വേജ് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്നുമാണ് അറിയാൻ സാധിച്ചത്. ശരിയായിട്ട് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് പേജ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതിയാകും. താഴെയായിട്ട് ഐഡൻറ്റിഫയർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ശരിയായിട്ടുള്ളത് കൊടുക്കുമ്പോൾ മിക്കപ്പോഴും വരുന്നതായിട്ട് കാണുന്നില്ല, റെഡിഷായിട്ട് കാണിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു പോവുക തന്നെ ചെയ്യാം. ഐഡൻറ്റിഫയർ നെയിമും ഫാർമറുടെ നെയിമും ലോക്കൽ ലാംഗ്വേജിൽ കൊടുക്കുന്നതിൽ റെഡിഷായിട്ട് റോങ് ആയിട്ട് കാണിക്കുന്നതെങ്കിൽ ബ്ലാങ്ക് കൊടുത്തു പോകാം. അതുപോലെ തന്നെ അവിടെ കാസ്റ്റ് കാറ്റഗറി ചൂസ് ചെയ്യാനുണ്ട്. ജനറൽ OBC SC ST ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് കൊടുത്തു പോകണം. അടുത്തത് ഫാർമറുടെ ഫോട്ടോ ആധാർ ഡേറ്റാബേസിൽ നിന്നും ഇവിടേക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണുകയും ചെയ്യാം. അതിനും താഴെയായി ഫാർമറുടെ വീട്ടുപേര് അവിടേക്ക് ഇംഗ്ലീഷിൽ ആധാർ ഡേറ്റാബേസിൽ നിന്നും ഫെച്ച് ചെയ്ത് വന്നു. ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് മുകളിൽ പേര് ടൈപ്പ് ചെയ്തതുപോലെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് മലയാളത്തിൽ നേരത്തെ കാണിച്ചതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. താഴെയായിട്ട് സ്റ്റേറ്റ് കേരള കൊടുക്കണം. അതിനുശേഷം ഡിസ്ട്രിക്റ്റും സബ് ഡിസ്ട്രിക്റ്റ് താലൂക്കാണ് കൊടുക്കേണ്ടുന്നത് സബ് ഡിസ്ട്രിക്റ്റിന്. അതുപോലെ തന്നെ വില്ലേജും ഏതാണെന്ന് കറക്റ്റായിട്ട് അവിടെ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിൻകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. താലൂക്കും വില്ലേജും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തെങ്കിലേ നമുക്ക് കൃഷിഭൂമി ഇവിടെ നമുക്ക് ഫെച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം. അതിനും താഴെയായിട്ട് ഇൻസേർട്ട് ലേറ്റസ്റ്റ് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ഒരു ടിക്ക് മാർക്കും ഉണ്ട്. ആ ടിക്ക് മാർക്ക് അതുപോലെ തന്നെയാണ് വരേണ്ടുന്നത്. ആ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മുകളിലത്തെ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, വില്ലേജും താലൂക്കുമൊക്കെ. അടുത്തായിട്ട് ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഫാർമർ ടൈപ്പ് എന്നുള്ളത് ഓണർ കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട്
അഗ്രികൾച്ചറുമുണ്ട്, ലാൻഡ് ഓണിങ് ഫാർമറുമുണ്ട്. ഇതിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് കൃഷിസ്ഥലം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അഗ്രികൾച്ചർ കൊടുക്കേണ്ടത്. ലാൻഡ് ഓണിങ് ഫാർമർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിനോട് ചേർന്ന് കൃഷി ഇടവും ഉള്ളവർക്കാണ് ലാൻഡ് ഓണിങ് ഫാർമർ കൊടുക്കേണ്ടുന്നത്. ഇതിൽ ലാൻഡ് ഓണിങ് ഫാർമർ അങ്ങനെയുള്ളവർക്ക് ലാൻഡ് ഓണിങ് ഫാർമർ കൊടുക്കാം. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. ഞാനിത് രണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അഗ്രികൾച്ചർ ലാൻഡ് മാത്രമുള്ളവർക്ക്. ലാൻഡ് ഓണിങ് ഫാർമർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനോട് ചേർന്ന് കൃഷിഭൂമിയും കൂടി ഉള്ളവർ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടിലൊന്ന് കൊടുത്തു പോകാം, അല്ലെങ്കിൽ രണ്ടും കൊടുത്തും പോകാവുന്നതാണ്. തൊട്ട് താഴെ ലാൻഡ് ഡീറ്റെയിൽസിൽ ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസും ഉണ്ട്, വെരിഫൈ ഓൾ ലാൻഡും ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് ചെയ്യുകയാണ്. അതിനുശേഷമാണ് വെരിഫൈ ഓൾ ലാൻഡ് കൊടുക്കേണ്ടുന്നത്. അങ്ങനെ ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നമുക്ക് കേരള വന്നിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ സബ് ഡിസ്ട്രിക്റ്റും വില്ലേജും ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്ന ആ വില്ലേജും താലൂക്കും ഒക്കെയാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കറക്റ്റായിട്ട് വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതുടനെ താഴെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കൈവശം വെച്ചിട്ട് വേണം ഇത് ചെയ്യുവാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വില്ലേജിൽ ഈ ഉടമയുടെ പേരിൽ എത്ര ലാൻഡുണ്ടോ, ഏതൊക്കെ ലാൻഡുകളുണ്ടോ അതൊക്കെ അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. അവയെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. താഴെ വീണ്ടും 2 കോളംസ് കൂടി വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇവിടെ താഴത്തെ കോളത്തിൽ നമ്മൾ ബ്ലോക്ക് നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പരും കൊടുത്ത് വലത് സൈഡിൽ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഇത് ശരിക്കും മനസ്സിലാക്കാതെ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടായിരിക്കും ലഭിക്കുക. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇവിടെ ഓണേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മളുടെ പേരില്ല എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മളിവിടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മളുടെ കരമെടുക്ക് രസീതിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ബ്ലോക്ക് നമ്പർ എന്നുണ്ടാകും. ആ ബ്ലോക്ക് നമ്പർ റീസർവേ നടക്കാത്തടത്ത് ദേശം എന്നായിരിക്കും, ദേശത്തിൻ്റെ നമ്പർ കൊടുക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 50 ബ്ലോക്ക് നമ്പർ എന്ന് കരുതുക. 50ൻ്റെ ഇടത് സൈഡിൽ ഒരു 0 കൂടി കൊടുക്കണം. ആ 0 നമ്മളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാകത്തില്ല. 0 ബ്ലോക്ക് നമ്പറിന് ഇടത് സൈഡിൽ ഒരു 0 കൂടി കൊടുക്കണം. സാധാരണ 2 ഡിജിറ്റൊക്കെ ബ്ലോക്ക് നമ്പറിന് വരാറുള്ളൂ. ഇത് കൊടുക്കേണ്ടത് നമ്മൾ താലൂക്കും വില്ലേജും ഒക്കെ കൊടുത്തതിന് ശേഷം താഴെ 2 കോളംസ് വന്നല്ലോ. അതിൽ ആദ്യത്തെ കോളത്തിൽ ബ്ലോക്ക് നമ്പർ /സർവേ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലാദ്യമാണ് നമ്മൾ ബ്ലോക്ക് നമ്പർ കരമെടുക്ക് രസീതിലുണ്ട്. ആ ബ്ലോക്ക് നമ്പറിൻ്റെ ഇടത് സൈഡിൽ 0 ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത്, അവിടെ എക്സാമ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് കൊടുത്തിരിക്കുന്നത് കാണാം, നമ്മൾ കൊടുക്കേണ്ടുന്നത് പൈപ്പ് സിമ്പൽ, വെർട്ടിക്കൽ ബാർ സിമ്പൽ എന്നൊക്കെ പറയും. അത് നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നവർ ഷിഫ്റ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം എൻ്റർ കീയുടെ മുകളിലായിട്ട് ഒരു പൈപ്പ് സിമ്പലുണ്ട്. വെർട്ടിക്കലായിട്ട് ലൈനായിട്ട് കാണും. ചരിച്ചുള്ള ബാർ സിമ്പലല്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞങ്ങൾ യൂട്യൂബേഴ്സ് ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഒരു സ്ലാഷ് കൊടുക്കുമല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം PM കിസാൻ മലയാളം എന്ന് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് സിമ്പലാണ് അത് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. നിങ്ങൾ ആ ടൈറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സിമ്പലാണ് ഇവിടെ വേണ്ടുന്നത്. അതിന് പൈപ്പ് സിമ്പൽ എന്നും വെർട്ടിക്കൽ ബാർ സിമ്പൽ എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിൽ വെർട്ടിക്കൽ ബാർ സിമ്പൽ എന്നോ പൈപ്പ് സിമ്പൽ എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഷിഫ്റ്റ് കൊടുത്തിട്ട് എൻ്റർ കീയുടെ മുകൾ ഭാഗത്തായിട്ട് ബാറും ഉണ്ട്, ഈ പൈപ്പ് സിമ്പലും ഉണ്ട്. അപ്പം ഈ കൺട്രോളും ഷിഫ്റ്റും കൊടുത്ത് അതിൽ എൻ്റർ കീക്ക് മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ആ പൈപ്പ് സിമ്പൽ കിട്ടിക്കൊള്ളും. അതാണ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. അല്ലാതെ ചരിച്ചുള്ള സിമ്പലല്ല കൊടുക്കേണ്ടത്. ഇവിടെ ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് ബ്രാക്കറ്റിലായിട്ട് എക്സാമ്പിൾ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് പൈപ്പ് സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ വീഡിയോയിലേക്ക് വന്നാൽ, ആദ്യത്തെ കോളത്തിൽ ഇടത് സൈഡിൽ 0 കൊടുത്തിട്ട് ബ്ലോക്ക് നമ്പർ കൊടുക്കണം. കരമെടുക്ക് രസീതിലുണ്ടാകും. അതിനുശേഷം പൈപ്പ് സിമ്പൽ കൊടുക്കണം. അതിനുശേഷം സർവേ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അതും ലാൻഡ് ടാക്സ് റെസിപ്റ്റിലുണ്ടാകും. അപ്പോൾ ആദ്യത്തെ കോളത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും രണ്ടാമത്തെ കോളത്തിൽ സബ് ഡിവിഷൻ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അവിടെ നമ്മൾ എത്രയാണോ സബ് ഡിവിഷൻ നമ്പർ, ഇപ്പം 15 ആണെങ്കിൽ 15 കൊടുക്കുക. അതിനുശേഷം ഒരു സബ് ക്ലോസ് കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഹൈഫൻ കൊടുത്തിട്ട് ആ സബ് ക്ലോസ് കൊടുക്കുക. ഉദാഹരണത്തിന് 100ൽ 12 ആണെങ്കിൽ 100-12 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്.
എന്നുള്ളത്. ഇത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് വലത് സൈഡിൽ ഒരു കോളം വന്നിട്ടുള്ളത് കാണാം. അവിടെ നമ്മളവിടെ കഴ്സർ കൊണ്ടുവയ്ക്കാനുള്ളൊരു സിമ്പലും ഉണ്ട്. അവിടെ കഴ്സർ കൊണ്ടുവച്ചാൽ അതിലുള്ള ഓണേഴ്സിൻ്റെ ഒക്കെ പേരുകൾ അവിടെ കാണിക്കുന്നതാണ്. അതിൽ നിന്നും നിങ്ങളുടെ പേര് ഏതാണെന്ന് കണ്ടെത്തണം. ജോയിൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരാളുടെ പേര് മാത്രമുള്ളതാണ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങളുടെ പേര് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ജോയിൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരാളുടെ ആധാർ മാത്രമേ ലിങ്ക് ചെയ്തിട്ടുണ്ടാകൂ. അതുകൊണ്ട് ആ ആളിൻ്റെ പേര് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ശരിയായിട്ടുള്ള പേര് PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുള്ള പ്രോപ്പർട്ടിയുടെ ആളിൻ്റെ പേര് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതാണ്. ഏരിയയും വിസ്തീർണവും ഉടമയുടെ പേരും ഒക്കെ കാണിക്കുന്നതാണ്. മുകളിൽ കൊടുത്ത വില്ലേജിൽ ആ ഉടമയ്ക്കുള്ള പ്രോപ്പർട്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ലിസ്റ്റിലുള്ള ആ ഉടമയുടെ പേരിലുള്ള മുഴുവൻ ലാൻഡിൻ്റെയും ഡീറ്റെയിൽസ് ഇടത് സൈഡിൽ ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സെലക്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മൾ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം, ആ ഉടമയുടെ പേരിലുള്ളത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ആളിൻ്റെ പേരിലുള്ള ജോയിൻറ്റ് പ്രോപ്പർട്ടിയും സിംഗിളും ഒക്കെ ആയിട്ടുള്ള ഭൂമികൾ മുഴുവനും കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾ PM കിസാനിൽ വെരിഫൈ ചെയ്തിരിക്കുന്ന രസീത് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡീറ്റെയിൽസ് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം ആ ലാൻഡിൻ്റെ നേർക്ക് ഇടത് സൈഡിലുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനോടൊപ്പം ആ ഉടമയുടെ പേരിൽ ഏതൊക്കെ ലാൻഡ് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ഇവിടെ ഒരു കൃഷിഭൂമി മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കൃഷിഭൂമി ഒരാളിൻ്റെ പേരിൽ തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. കാരണം അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമിക്ക് മാത്രമുള്ളതല്ല. കർഷകരുടെ എല്ലാ ഭൂമിയുടെയും ഡീറ്റെയിൽസ് ശേഖരിച്ച് ഒരു രജിസ്ട്രി സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നീട് രജിസ്ട്രേഷൻ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ID ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് PM കിസാനോടൊപ്പം ഇവിടെ ആ വില്ലേജിൽ ഈ കർഷകൻ്റെ പേരിലുള്ള ഭൂമി മുഴുവനും തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇവിടെ ഈ ഒരു കർഷകൻ്റെ പേരിൽ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നിലധികം ലാൻഡ് നിങ്ങളുടെ പേരിൽ തന്നെ ഈ ഒരു വില്ലേജിലുണ്ടെങ്കിൽ അതിനെല്ലാം ടിക്ക് മാർക്ക് കൊടുത്ത് താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുക തന്നെ വേണം. ഇവിടെ സിംഗിളും ജോയിൻറ്റുമായിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ജോയിൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 പേരുടെ പേര് കാണിക്കും. അതിൽ ആരാണോ PM കിസാനിൽ രജിസ്റ്റർ ചെയ്ത് ഗുണഭോക്തൃ വിഹിതം കൈപ്പറ്റുന്നത്, ആധാറൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത കൃഷിഭൂമിയുടെ ഡീറ്റെയിൽസ് അവിടെ താഴെ റോ ചെയ്ത് കാണിക്കുന്നത് കാണാം. അതിനുശേഷം വെരിഫൈ ഓൾ ലാൻഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴെ ഒരു ടിക്ക് മാർക്ക് വരികയും ചെയ്യുന്നത് കാണാം. തുടർന്ന് വീണ്ടും താഴോട്ട് വരണം. നമ്മളിപ്പോൾ കൊടുത്ത ഭൂമിയുടെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കാണാം. വീണ്ടും അതിനും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലി ID, റേഷൻ കാർഡ് എന്നൊക്കെ കാണാം. ആ റേഷൻ കാർഡ് തിരഞ്ഞെടുത്തതിന് ശേഷം തൊട്ട് വലത് സൈഡിൽ ആ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കൊടുത്തില്ലെങ്കിലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും. വേണമെന്നുള്ളവർക്ക് ഇവിടെ റേഷൻ കാർഡ് തിരഞ്ഞെടുത്തതിന് ശേഷം റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും അതിനും താഴോട്ട് വന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ എന്ന് കാണാം. അതിനോട് ചേർന്ന് 2 ലിങ്കുകളുമുണ്ട്, അഗ്രികൾച്ചർ എന്നും റവന്യൂ എന്നും. ഇവിടെ നമ്മൾ റവന്യൂ എനേബിൾ ചെയ്യണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ആപ്ലിക്കേഷൻ പോവുകയും അവിടെ നിന്നും വെരിഫൈ ചെയ്തതിന് ശേഷം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാനിവിടെ റവന്യൂ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിഭവനിൽ വിളിച്ച് ചോദിച്ച് ഏത് കൊടുക്കണം എന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞ് ഉചിതമായത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കൊടുക്കണം. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ വന്ന് സേവ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സൈനിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു സൈൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സൈൻ ചെയ്യാനുള്ള പ്രോട്ടീൻ്റെ വെബ്സൈറ്റ് വരുന്നതാണ്. മുകളിലായിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തണം. അതിനുശേഷം ആധാർ നമ്പർ, ഗുണഭോക്താവിൻ്റെ PM കിസാനിലൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ നമ്പർ അവിടെ 12 ഡിജിറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് സെൻഡ് OTP എന്നുള്ള ലിങ്ക് കാണാം. ആ സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിൽ മുകളിലായി സക്സസ് എന്നെഴുതി കാണിക്കുന്നതും കൺസെൻറ്റ് സേവ്ഡ് സക്സസ് എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം.
അവിടെ നിന്ന് തന്നെ നമുക്കതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇത് സേവ് ചെയ്തോ പ്രിൻ്റ് എടുത്തോ ഒക്കെ സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫാർമർ രജിസ്ട്രേഷൻ ഫോമാണ് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇ-സൈൻ ഡോക്യുമെൻറ്റ്സും ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് തുടർന്ന് വില്ലേജ് ഓഫീസുകളിലേക്ക് പോവുകയും ലാൻഡ് സംബന്ധമായ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ നടത്തി കൃഷി ഭവനിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈനായി ചെക്ക് ചെയ്ത് നോക്കുവാനും സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി അഗ്രി സ്റ്റാക്കിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം മുകളിൽ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആധാർ നമ്പർ സെലക്ട് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു സെൻട്രൽ ID കാണാം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻട്രൽ ഫാർമർ ID നമുക്ക് ലഭിക്കും. അതുപോലെ അപ്രൂവൽ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അപ്രൂവ് ചെയ്തതിന് ശേഷമേ ഇത് സക്സസ് എന്ന് കാണിക്കുകയുള്ളൂ. അതുപോലെ ഫാർമർ നെയിമും എൻറോൾമെൻറ്റ് ഡേറ്റും ടൈമും കാണിച്ചിട്ടുണ്ട്. അപ്രൂവൽ ആണോ റിജക്ഷൻ ആണോ എന്നുള്ളതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും അവസാനം കാണിക്കുകയും ചെയ്യും. ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.